പരീക്ഷകൾ അടുത്ത് വരുമ്പോൾ പല വിദ്യാർത്ഥികളും പലപ്പോഴായി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജനുവരി മാസം 4-ാം തീയതി തുടങ്ങാൻ പോകുന്ന 3-ാം സെമസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 19 തുടങ്ങുന്ന 1-ാം സെമസ്റ്ററിൻ്റെയും പരീക്ഷയ്ക്ക് മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെല്ലാവരും പിന്തുടരേണ്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. പണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ സാധാ ആയിരുന്നു, അതായത് ബാർകോഡ് സിസ്റ്റം ആയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5-ാം സെമസ്റ്റർ മുതൽ ബാർകോഡ് സിസ്റ്റം വഴിയാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ. അപ്പോൾ അത് മനസ്സിലാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കും ഓർഗനൈസ്ഡ് ആക്കി ചെയ്താൽ മാത്രമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ പേപ്പറിനുള്ളിൽ എഴുതി തീർക്കാൻ സാധിക്കുകയുള്ളൂ. ടിപ്പ് നമ്പർ 1, പരീക്ഷയെ ഗൗരവമായി കാണുന്ന കുട്ടികൾക്ക് തരുന്ന ബുക്ക്ലെറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവരുപയോഗിക്കേണ്ട ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതായത് കോൺസെപ്റ്റ് മാപ്പിംഗ്, മൈൻഡ് മാപ്പിംഗ്, ദെൻ ഫ്ലോ ചാർട്ട്, ഫിഗേഴ്സ്, ടേബിൾസ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസറിൽ ഉൾപ്പെടുത്തണം. ടിപ്പ് നമ്പർ 2, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവും പക്ഷേ അതിനെ അത്ര ഗൗരവമായി കാണാത്ത ഒരു കാര്യമാണ് എഴുതിയ ശേഷം ഒരു ആവർത്തി വായിക്കുകയും വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുകയും മെയിൻ പോയിന്റിന് താഴെ അണ്ടർലൈൻ ചെയ്യുകയും വേണം. ടിപ്പ് നമ്പർ 3, പരമപ്രധാനമായൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ +2 വരെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി എക്സാമാണ്. യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് പണ്ട് നിങ്ങൾ എഴുതിയ പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാമിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറയും. 1200-ൽ 1200 മാർക്ക് വാങ്ങിച്ച ഞാൻ ഡിഗ്രിക്ക് എത്തിയപ്പോൾ ഇത്ര മാർക്ക് കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എഴുതാൻ. അതിന് പറ്റിയുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക പ്ലേലിസ്റ്റിൽ. ടിപ്പ് നമ്പർ 4, തലേ ദിവസം പഠിച്ചാൽ മാത്രമേ എനിക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കൂ, എൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്യൂ എന്നുള്ള പ്രീ കൺസീവ്ഡ് നോഷൻ മാറ്റി പഠിച്ച് മുന്നോട്ട് പോവുക. ഇത് പറയുന്നത് 3-ാം സെമസ്റ്ററിനും 1-ാം സെമസ്റ്ററിനും ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമായിരിക്കും. ടിപ്പ് നമ്പർ 5, പേപ്പർ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, കുട്ടി പഠിച്ചിട്ടുണ്ട്, കുട്ടിക്ക് എഴുതാൻ സാധിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ കറക്റ്റായി വായിക്കാത്തത് കൊണ്ട് ആൻസറിൻ്റെ ഡൈവേർഷൻ പലപ്പോഴായി കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ പോയിൻ്റ് വൈസാക്കി ആദ്യം എഴുതുന്നു, ദെൻ ഇലാബറേറ്റ് ചെയ്യുന്നു. അതിനെ എഡ്ജ് പോയിൻ്റ് ആയിട്ടാണ് നേരത്തെ പറയുന്ന കോൺസെപ്റ്റ് മാപ്പിങ്ങും ദെൻ മൈൻഡ് മാപ്പിങ്ങും ഫിഗേഴ്സും ഫ്ലോ ചാർട്ടും ടേബിൾസൊക്കെ ഉൾപ്പെടുത്തി എഴുതാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഇതിനെ നമുക്ക് ടിപ്പ് നമ്പർ 6 ആയിട്ട് കണക്കാക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുമായി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.